തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായിട്ടുള്ള രാഷ്ട്രീയ സംഭവവികാസങ്ങളെ സംബന്ധിച്ച് വിശദമായ വിലയിരുത്തലും ചർച്ചയും നടന്നു. നരേന്ദ്രമോദി ഗവൺമെന്റിനെതിരായിട്ടുള്ള ജനവികാരമാണ് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. മതേതര ജനാധിപത്യ ഇന്ത്യയെ തകർക്കാൻ കഴിയില്ല എന്ന് തെളിയിച്ചൊരു തെരഞ്ഞെടുപ്പാണ് ഈ തെരഞ്ഞെടുപ്പ്. ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള സാധ്യതകളെ സംബന്ധിച്ച് ചർച്ച ചെയ്തു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതൊരു അനുയോജ്യമായിട്ടുള്ള സമയമായി കരുതുന്നില്ല. ഓൾറെഡി TDP അടക്കമുള്ള പാർട്ടികൾ BJPക്ക് പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് നേതാവായി നരേന്ദ്രമോദി എടുത്തിട്ടുള്ള ഒരു സാഹചര്യത്തിൽ ഒരു ബദൽ ഗവൺമെന്റിന്റെ സാധ്യതയെ സംബന്ധിച്ച് ഇപ്പോൾ ആലോചിക്കുന്നത് ശരിയല്ല. എന്നാൽ എല്ലാ ഓപ്ഷൻസിനും കീപ് ഓപ്പൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ തുടർച്ചയായ 5 വർഷക്കാലം മോദി ഗവൺമെന്റിനെ കണ്ടിന്യൂ ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് ഉറപ്പാണ്. ഈ കാലയളവിനുള്ളിൽ അനുയോജ്യമായ സമയം എത്തുമ്പോൾ അനുയോജ്യമായ നടപടികളിലൂടെ ബദൽ ഗവൺമെന്റ് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് പൊതുവെ യോഗം പങ്കുവച്ചത്. അതുതന്നെയാണ് പൊതുവായിട്ടുണ്ടായിട്ടുള്ള കൺസെൻസസ്. അത് പാർലമെന്ററി രംഗത്തെ പ്രവർത്തനത്തെ സംബന്ധിച്ച് പ്രത്യേകമായി ചർച്ച ചെയ്യും. ഫ്ലോർ കോർഡിനേഷൻ, മറ്റു കാര്യങ്ങൾ അതൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഇന്ന് പ്രധാനമായും തെരഞ്ഞെടുപ്പ് ഫലത്തെ സംബന്ധിച്ചുള്ള റിവ്യൂ, അതിനോടനുബന്ധിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഒരു ബദൽ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതിന്റെ സാധ്യതകളുമാണ് പ്രധാനമായും ചർച്ച ചെയ്തത്. പൊതു ചർച്ചയുണ്ടായിരുന്നു. വ്യത്യസ്തമായിട്ടുള്ള വീക്ഷണങ്ങളും ചർച്ചകളും ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൈക്കൊണ്ട ഏകണ്ഠമായി എടുത്ത തീരുമാനമാണ്.